ഹായ് ഓൾ, വെൽക്കം ടു CC. ഞാൻ അഞ്ജിത. ഞാൻ അഖില ബിബിൻ. അപ്പോൾ മിസ്സേ, നമ്മുടെ HST എക്സാം ഒക്കെ കഴിഞ്ഞു, ഷോർട്ട് ലിസ്റ്റ് വന്നു. നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്യാത്ത വലിയൊരു കട്ട് ഓഫ് ആണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റിൽ കണ്ടത്. അപ്പോൾ ഇനി അടുത്ത കുട്ടികളുടെ ഏറ്റവും വലിയ എക്സ്പെക്ടേഷൻ ആണ് NVT ബയോളജി എന്ന് പറയുന്ന എക്സാം. അപ്പോൾ നമ്മൾ ഏതൊരു വീഡിയോ പോസ്റ്റ് ചെയ്താലും അതിൻ്റെ താഴെ കുട്ടികൾ വന്ന് ചോദിക്കുന്നതാണ് ഈ NVT യും HST യും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളത് ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? ഇപ്പോൾ HST NVT തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് വെച്ചാൽ HST ആണെന്ന് വെച്ചാൽ കോർ സബ്ജക്റ്റ് വെച്ചിട്ട് നമ്മൾ എക്സാം എഴുതാം. ഇപ്പോൾ HST സുവോളജി, HST ബോട്ടണി, അതങ്ങനെ സ്പെസിഫിക് സബ്ജക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഇത് NVT ബയോളജിയാണ്. ഇവിടെ ബോട്ടണിയും പഠിക്കാം, സുവോളജിയും പഠിക്കണം. എന്ന് വെച്ചാൽ രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള എക്സാം ആണ്. പ്ലസ് ജനറൽ പേപ്പർ. ഇപ്പം നമുക്ക് 100 മാർക്കാണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 35 മാർക്കിൻ്റെ ബോട്ടണി, 35 മാർക്കിൻ്റെ സുവോളജി, അതുപോലെ തന്നെ 30 മാർക്കിൻ്റെ ജനറൽ പേപ്പറും. അപ്പോൾ ഇവിടെ ഒന്നിനും നമുക്ക് വെയിറ്റേജ് കുറയ്ക്കാനൊന്നും പറ്റത്തില്ല. ഇന്ന പോർഷൻ എനിക്ക് ബോട്ടണി ഭയങ്കര ടഫാണെന്ന് വിചാരിച്ച് മാറ്റി നിർത്താൻ പറ്റത്തില്ല. കാരണം ഈക്വൽ വെയിറ്റേജ് ആയതുകൊണ്ട് ഈക്വൽ ഇമ്പോർട്ടൻസോടുകൂടി തന്നെ പഠിക്കേണ്ട ഒരു പോർഷൻ. അപ്പോൾ അടുത്തൊരു ഡൗട്ടാണ്, കാരണം HST സുവോളജി ഫോക്കസ് ചെയ്ത കുട്ടികളാണെങ്കിൽ അവർക്ക് ബോട്ടണിയും കൂടി എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ HSTക്ക് വേണ്ടി നോക്കിയ കുട്ടികൾ ഇനി എത്രമാത്രം കൂടുതൽ എഫേർട്ട് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും? നമ്മുടെ മുമ്പിലില്ലേ ഒരു വലിയ വെല്ലുവിളി എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ സുവോളജിയാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ബോട്ടണി HST ലെവലിൽ പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഒരു സബ്ജക്റ്റ് നമ്മൾ സേഫാണ് അല്ലെ. ഇപ്പം നമ്മൾ HST കഴിഞ്ഞവരെ സംബന്ധിച്ചാണെങ്കിൽ HST സുവോളജിക്ക് പഠിച്ച അത്രയും പോർഷൻസ് ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇനി ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതിനകത്ത് ബോട്ടണിയിലാണ് അല്ല. ഇപ്പം നമുക്ക് നോട്ടിഫിക്കേഷൻ പോലും വന്നിട്ടില്ല. സുവോളജിയിൽ വരുന്ന ടോപ്പിക്സ് എല്ലാം നമുക്ക് വരുന്നില്ല. കുറേ അധികം കോമൺ പോർഷൻസ് ഉണ്ട്. അതായത് ശരിക്കും പറഞ്ഞാലേ HST ബോട്ടണിക്കാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ സുവോളജിക്കാരെ സംബന്ധിച്ച് കുറേ കോമൺ പോർഷൻസ് ഉണ്ട്. ഇപ്പം സെൽ ബയോളജി, മോളിക്കുലർ ബയോളജി, ബയോകെമിസ്ട്രി, ബയോഫിസിക്സ്, ബയോസ്റ്റാറ്റി, അതുപോലെ തന്നെ മോളിക്കുലർ ബയോളജി, ഈ പോർഷൻസ് എല്ലാം കോമൺ പോർഷൻസാണ്. അപ്പോൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ കോർ ഏരിയാസ് എന്ന് പറയുന്നത്. ബോട്ടണി മാത്രം വരുന്ന കുറച്ച് ഏരിയാസ് മാത്രമേ ഉള്ളൂ. ഇപ്പം റിപ്രഡക്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ ഫിസിയോളജി, ടാക്സോണമി, ആ പോർഷൻസ് ഒക്കെ വരുന്നിടത്ത് മാത്രമേ ഉള്ളൂ നമുക്കൊരു കോർ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ മാത്രമല്ല മിക്കവാറും ഇപ്പോൾ HST പഠിച്ച കുട്ടികളെല്ലാം തന്നെ HSIക്ക് പഠിച്ച കുട്ടികളായിരിക്കും അല്ലെ. അപ്പോൾ HSIക്ക് അവർ ബോട്ടണി സുവോളജിയും പഠിച്ചവരാണ്. അവരുടെ അവർ പഠിച്ചതനുസരിച്ച് അവർ കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാകും. കാരണം HSI കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായല്ലോ. കുറച്ച് കാര്യങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പോലും നമ്മളൊന്ന് പഠിച്ചെടുക്കാൻ അല്ലെങ്കിൽ നമുക്ക് പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് അതെല്ലാം പതുക്കെ നമ്മുടെ മെമ്മറിയിലോട്ട് വരും. അപ്പോൾ എപ്പോഴും പിള്ളേർ പറയുന്ന കാര്യമാണ് ബോട്ടണി പഠിച്ചെടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ സുവോളജി പഠിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് NVT അങ്ങ് ഒഴിവാക്കിയേക്കാന്ന്. HSTയുടെ ഈ ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോൾ അതിൻ്റെ കട്ട് ഓഫ് കൂടെ കണ്ടപ്പോഴത്തേക്കും അവരൊന്നും കൂടെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുണ്ടാവും. അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോൾ ഏതൊരു എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പോഴല്ലേ ആ എക്സാംസിന് നമ്മൾ ഇല്ലെങ്കിൽ നമുക്ക് അതിനകത്തൊരു ലിസ്റ്റിൽ വരണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. തീർച്ചയായിട്ടും വന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ നിരാശപ്പെട്ട് മാറുകയോ ചെയ്യരുത്. ചിലപ്പോൾ നമ്മൾ എഴുതുന്ന 10 or 15 എക്സാംസിൻ്റെ ഇടയിലായിരിക്കും നമുക്ക് ഏതെങ്കിലും ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാൻസ് നെക്സ്റ്റ് ആണ് അല്ലേ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യുകയേ ചെയ്യരുത്. അപ്പോൾ നമ്മൾ മെയിൻ ലിസ്റ്റിൽ വന്നെന്ന് വിചാരിച്ചോ, മെയിൻ ലിസ്റ്റിൽ വന്നെന്ന് വിചാരിച്ചോ അവർ നിർത്തുവല്ല ചെയ്യേണ്ടത്. നമുക്കൊരു അഡ്വൈസ് മെമ്മോ കൈ കിട്ടുന്നത് വരെ വേണം നമ്മുടെ ഈ യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്തൊരു റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചില്ല എന്ന് വിചാരിച്ച് പഠനമൊന്നും ആരും നിർത്തരുത്. നിങ്ങളുടെ ചിലപ്പോൾ നമുക്ക് അടുത്തത് NVT ആയിരിക്കാം. അതുകൊണ്ട് നിങ്ങളുടെ പഠനം തുടരുക. അപ്പോൾ ഈ HST ബോട്ടണി സുവോളജി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുന്നത് നമുക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും അല്ലേ? പിന്നെ തീർച്ചയായിട്ടും PYQs എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഒരുപാട് സഹായിക്കുന്നതാണ്. പക്ഷേ സെയിം ക്വസ്റ്റ്യൻസ് ഒന്നും ഒരിക്കലും വരില്ല അല്ലേ. നമ്മളിപ്പോൾ HSI കണ്ടു, HST കണ്ടു, ഒരൊറ്റ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ പോലും ഇല്ല. പക്ഷേ നമുക്ക് ഈ PYQ എന്തിനാണ് പഠിക്കുന്നതെന്ന് വെച്ചാൽ അല്ലേ നമുക്ക് കുറേ ഏരിയാസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ HSTയുടെ ഒരു കറക്റ്റ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു അല്ലേ. ഇന്ന പോർഷൻസിൽ നിന്ന് 10 മാർക്ക്, ഓരോ യൂണിറ്റിൽ നിന്ന് ഓരോ മൊഡ്യൂളിൽ നിന്ന് 10 മാർക്കാണ്. പക്ഷേ 10 മാർക്ക് അങ്ങനെ ആയിരുന്നില്ല PSC അല്ലെ. ടാക്സോണമി എന്നൊക്കെ എത്ര കുറച്ച് മാർക്കാണ് വന്നത് അല്ലെ. എന്നാൽ ചില പോർഷനിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരികയും ചെയ്തു. അതുകൊണ്ട് നമുക്ക് PC തന്നേക്കുന്ന അതേ ടൈം ലൈഫ് വെച്ചൊന്നും നമുക്കൊന്നും പഠിക്കാനേ പറ്റതേ ഇല്ല. പക്ഷേ ഇനി ചിലപ്പോൾ NVTക്ക് അങ്ങനെ അല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കൊന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. PSCയുടെ കാര്യം നമുക്കൊന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. വെയിറ്റേജ് വെച്ച് തന്നെ പഠിച്ചു പോകും. അത് നമുക്ക് വെയിറ്റേജ് വെച്ച് പഠിച്ചു പോകാം. പക്ഷേ നമ്മളും കുറച്ച് ഇപ്പം നമ്മൾ എങ്ങനെ പഠിക്കണമെന്ന് അറിയാമോ, നമുക്ക് ഒട്ടും അറിയില്ലാത്തൊരു പോർഷൻ എന്ന് വിചാരിക്കും. ഇപ്പം നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമുക്ക് അറിയില്ലാത്ത കുറേ പോർഷൻസ് ഓഫ് കോഴ്സ് അതിനകത്ത് ഉണ്ടാവും അല്ലെ. ഇപ്പം ഞാൻ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും ടാക്സോണമി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ബോട്ടണിയില്ല, ടാക്സോണമി എന്ന് പറയുന്ന പോർഷൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഒരു 1-2 ആഴ്ച അതിന് വേണ്ടി മെനക്കെട്ടു. ആ 1-2 ആഴ്ച മെനക്കെട്ടിട്ട് എനിക്കത് പഠിക്കാൻ പറ്റിയില്ലെങ്കിലേ ഞാനത് അങ്ങ് സ്കിപ്പ് ചെയ്യും. കാരണം നമുക്ക് ആ മാർക്ക് സ്കോർ ചെയ്യാവുന്നില്ല. അല്ലെങ്കിൽ അത്രയും പോർഷൻസ് അല്ലെങ്കിൽ അത്രയും സമയം വേസ്റ്റ് ആ ടൈം നമുക്ക് മറ്റതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തൊന്ന് മാർക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള പോർഷൻസ്. പക്ഷേ നമ്മുടെ മുമ്പിൽ വേറെ കാര്യം കൂടെ ഉണ്ട്. നമുക്ക് ഈ പറയുന്ന ഇപ്പം ബോട്ടണി ആണെങ്കിലും സുവോളജി ആണെങ്കിലും +2 ആണ് ഏറ്റവും ബേസ് ലെവൽ
ലെവൽ എന്ന് പറയുന്നത്. ബേസ് ലെവലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ടാക്സോണമി നമുക്കൊരു +2 ലെവലിൽ പഠിച്ചെടുക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും എന്തായാലും +2 ടെക്സ്റ്റിനകത്തുനിന്ന് എങ്ങനെ പോയാലും ഒരു 20% മാർക്ക് നമുക്ക് കിട്ടേണ്ടതാണ്. അത് തന്നെ 20% തന്നെ കിട്ടണമെന്നില്ല, കാരണം ഇതൊരു HSST ലെവലിൽ നടക്കുന്ന എക്സാം ആയതുകൊണ്ട് എങ്ങനെ പോയാലും 20% വന്നില്ലെങ്കിൽ പോലും ഒരു 10% മാർക്കിനുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ +2 ബേസിൽ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഒന്നും അറിയില്ലാത്ത ഒരു പോർഷനെ കുറിച്ച് ഒരു ഹയർ ലെവലിൽ പഠിച്ച് നമുക്കത് നേടാൻ പറ്റില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് സ്കിപ്പ് ചെയ്തേ മതിയാവും. ജനറൽ പേപ്പർ എങ്ങനെയാണ്? സെയിം തന്നെയാണോ? HSST സെയിം തന്നെയാണോ വരുന്നത്? നമുക്ക് അതിനകത്ത് യാതൊരു വ്യത്യാസങ്ങളുമില്ല അല്ലെ. സിലബസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ സെയിം സിലബസ് തന്നെ. ആ ഭാഗം നമുക്ക് സേഫ് ആണ്. ആ ഭാഗം HSST പഠിച്ചവരെ സംബന്ധിച്ചാണെങ്കിൽ ആ ഭാഗം നിങ്ങൾ വളരെ സേഫ് ആണ്. ഇനിയിപ്പം ഇവരുടെയൊക്കെ ഒരു വിചാരമുണ്ട്, ഞാനിപ്പോൾ പഠിക്കാൻ പോവാം, NVT പഠിക്കാൻ പോവാണ്, ഞാൻ HSST സുവോളജി എക്സാം എഴുതി കഴിഞ്ഞവരാണ്. അപ്പം പഠിക്കാനിരിക്കുന്ന സമയത്ത് എനിക്കറിയാം ഞാൻ HSST സുവോളജി നന്നായിട്ട് പഠിച്ചതാണ് എന്ന് വിചാരിച്ച് അവർ HSST സുവോളജി പഠിക്കാതിരിക്കുകയും ചെയ്യരുത്. അല്ലെങ്കിൽ ആ പോർഷൻസ് ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് എത്ര ഉറപ്പുണ്ടെന്ന് വിചാരിച്ചാലില്ലേ, ഇപ്പം 99% എൻ്റെ മനസ്സിൽ അത് ഓർമ്മയുണ്ടെന്ന് വച്ചിരുന്നാൽ പോലുമില്ലേ, നമ്മളെല്ലാ വീക്കെൻഡിലും എന്ത് ചെയ്തേ മതിയാവും, റിവൈസ് ചെയ്തേ മതിയാവും. കാരണം നോട്ടിഫിക്കേഷൻ വന്ന് അടുത്ത എക്സാം വരുമ്പോഴത്തേക്കും എങ്ങനെ പോയാലും ഒരു 6 മാസത്തിന് മുകളിലാവും അല്ലേ. അപ്പോഴത്തേക്കും നമ്മൾ തീർച്ചയായിട്ടും മറന്നു പോകും. അതുകൊണ്ട് 2 സബ്ജക്റ്റിനും എന്ന് വെച്ചാൽ നമുക്ക് ഒന്നും അറിയില്ലാത്തൊരു സബ്ജക്റ്റിന് കൂടുതൽ ഫോക്കസ് ചെയ്താൽ പോലും എല്ലാ വീക്കെൻഡിലും നമ്മൾ പഠിച്ച പോർഷൻസ് ആണെങ്കിൽ കൂടി റിവിഷൻ ചെയ്യണം. നമ്മൾ എത്രമാത്രം, കാരണം നമ്മുടെ കയ്യിൽ സേഫ് ആയിട്ടിരിക്കുന്ന ഒരു പോർഷനാണ് ഇപ്പോൾ സുവോളജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ചെറിയൊരു പുറവ് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ചെറിയൊരു തൊട്ടക്കുറവ് കൊണ്ട് അത് പോകാൻ ഒരു വിധത്തിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് 35 മാർക്ക്, ഇപ്പം നമുക്ക് ഒരിക്കലും കട്ട് ഓഫ് മാർക്ക് വെച്ച് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റത്തില്ല ഇപ്പോഴത്തെ ഒരു ലെവലനുസരിച്ച്. എന്നാലും അന്നത്തെ ഇപ്പോൾ സുവോളജി നമ്മൾ പഠിച്ചു, ആ 35 മാർക്ക് നമ്മൾ സ്കോർ ചെയ്തെന്ന് വിചാരിച്ചു. 35 മാർക്കിൽ 35 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്നവരാരും ഉണ്ടാവില്ല, വേണ്ട എന്നാലും ഒരു 30 മാർക്ക് നമ്മൾ സ്കോർ ചെയ്തെന്ന് വിചാരിച്ചു. ജനറൽ പേപ്പർ നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ അതിനകത്തുനിന്ന് എങ്ങനെയാണ് 15 മാർക്കിനോടെ നമുക്ക് കിട്ടും. അപ്പോൾ തന്നെ നമ്മൾ കുറച്ചൊരു നമ്മുടെ ഒരു സേഫ് ലോണായി, സേഫ് ഒരു സോണിലോട്ട് എത്തി. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പിന്നെ കിട്ടേണ്ട 35 മാർക്ക് എന്ന് പറയുന്നത് നമ്മൾ ഒട്ടും പഠിക്കാത്തൊരു പോർഷൻസ് ആണ്. അതിനകത്ത് നമുക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് ഉണ്ടായിരിക്കും. ആ ഏരിയാസ് കൂടുതൽ ഫോക്കസ് ചെയ്ത് നമുക്ക് പഠിക്കാം ആണെന്ന് തോന്നുന്നത് മാത്രം അറ്റൻഡ് ചെയ്താൽ പോലും നമുക്ക് നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ന ഏരിയാസ് ആണ് എനിക്ക് ഒട്ടും പഠിച്ചാൽ എത്താത്തെന്നുള്ളത്. ഞാൻ എന്നോട് തീർച്ചയായിട്ടും ചോദിക്കണം, എൻ്റെ ഒരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ പോർഷൻ സ്കിപ്പ് ചെയ്യും. പക്ഷേ ഞാനവിടെ സ്കിപ്പ് ചെയ്യുമ്പോൾ ഞാൻ ഇപ്പുറത്തെ പോർഷനിൽ നിന്ന് ആ മാർക്ക് കൂടി സ്കോർ ചെയ്യാനുള്ളത് ഞാൻ അവിടെ പഠിക്കും. ഞാൻ അതിനുള്ള എഫർട്ട് കൂടി അവിടെ ഇട്ടിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന എല്ലാ പോർഷൻസും സ്കിപ്പ് ചെയ്യാനല്ല, അങ്ങനെയല്ല പറയുന്നത്. നിങ്ങൾ 2-3 ആഴ്ച നമ്മൾ പഠിച്ചു, ആ പഠിച്ചതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് എത്താൻ പറ്റിയില്ലെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അത് സ്കിപ്പ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ മിസ്സേ നമ്മുടെ HSSTയുടെ കട്ട് ഓഫ് ഇപ്പോൾ വന്നത് 60 ആ ഒരു റേഞ്ചിലാണ് വന്നത്. ലാസ്റ്റത്തെ നമുക്ക് 34 ആയിരുന്നു, ഇപ്പം അതിൻ്റെ ഡബിൾ ആയിട്ട് വന്നു. അപ്പോൾ ഈ NVTയുടെ ലാസ്റ്റത്തെ കട്ട് ഓഫ് എന്തായിരുന്നു? ഏകദേശം നമുക്ക് ഇനി അടുത്തതും ആ ഒരു റേഞ്ചിൽ തന്നെ എക്സ്പെക്ട് ചെയ്യാമോ? ഇപ്പോഴത്തെ PSCയുടെ പാറ്റേൺ അനുസരിച്ച് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. കഴിഞ്ഞ പ്രാവശ്യം 38 മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. എന്ന് വെച്ചാൽ നമ്മുടെ കോർ സബ്ജക്റ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ കട്ട് ഓഫ് മാർക്കിനോട് അപ്പം എത്തുമായിരുന്നു. പക്ഷേ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമുക്കിപ്പോൾ അത് മാത്രം പഠിച്ച് ജയിച്ച് എന്തായാലും റാങ്ക് ലിസ്റ്റിൽ ഇടം പഠിക്കാൻ പറ്റില്ല എന്നൊരു കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും 2 സബ്ജക്റ്റിനും ഒരുപോലെ തന്നെ ഫോക്കസ് ചെയ്തേ മതിയാവും നിങ്ങൾ. അപ്പോൾ മിസ്സേ നമ്മുടെ HSSTയുടെ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ സെയിം കുട്ടികളൊക്കെ തന്നെ ആയിരിക്കും മോസ്റ്റ്ലി NVTയുടെ റാങ്ക് ലിസ്റ്റിലും വരുന്നത്. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിൽ വരുന്നതല്ല, അതങ്ങനെയൊന്നുമില്ല, അവർ പഠിക്കുന്നത് പോലെ ഇരിക്കും. അപ്പോൾ കോമൺ ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതലും ആളുകൾ ചൂസ് ചെയ്യുക HSST ആയിരിക്കും. അപ്പോൾ NVT റാങ്ക് ലിസ്റ്റിലുള്ള കുട്ടികൾക്ക് പിന്നിലുള്ള കുട്ടികൾക്കും ചാൻസ് അവിടെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഇപ്പൊ HSSTയുടെ മെയിൻ ലിസ്റ്റിൽ വന്നൊന്ന് വിചാരിച്ചവരാരും എക്സാം എഴുതാതിരിക്കുകയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു അഡ്വൈസ് കിട്ടുന്നത് വരെ നമ്മുടെ കൈ കിട്ടുന്ന എന്നുള്ളതാണ്, അല്ല നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചു എന്നുള്ളത് ഒരിക്കലും ഒരു ജോലി കിട്ടി എന്നുള്ളതിന് ഉറപ്പല്ല അത്. അപ്പൊ തീർച്ചയായിട്ടും അവരും എഴുതുന്നുണ്ടാവും. പക്ഷെ ഇതിനകത്ത് നമ്മുടെ HSST സുവോളജി മാത്രമോ അല്ലെങ്കിൽ ബോട്ടണി മാത്രമല്ലല്ലോ പഠിക്കുന്നത്. 2 സബ്ജക്റ്റും ഒരുപോലെ പഠിച്ച് കയറി വരുന്നവർക്കുള്ളതാണല്ലോ ഈ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പൊ ഇൻ കേസ് HSST മെയിൻ ലിസ്റ്റിലുള്ളവർക്ക് ഇവിടെ ഇപ്പൊ NVTയുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും HSSTയെ പ്രിഫർ ചെയ്യുള്ളൂ. കാരണം വെച്ചാൽ രണ്ടും പഠിക്കണ്ടല്ലോ, രണ്ടും പഠിപ്പിക്കണ്ടല്ലോ, അത് നമ്മുടെ ഒരു കോർ സബ്ജക്ട് പഠിപ്പിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ തീർച്ചയായിട്ടും ബാക്കിയുള്ളവർ എന്ത് ചെയ്യും, തീർച്ചയായിട്ടും കയറി വരും. ഓക്കെ മിസ്സേ, ഈ ഒരു കട്ട് ഓഫ് ഒക്കെ കണ്ട് ഡീമോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുന്ന കുട്ടികളോട് മിസ്സിന് എന്താ പറയാനുള്ളത്? ഈ ഒരു എക്സാമിന് വേണ്ടി നമ്മൾ ഏതൊരു സ്ട്രാറ്റജിയാണ് ചൂസ് ചെയ്യേണ്ടത്? നമ്മളില്ലേ ഇപ്പം നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമ്മൾ പഠിക്കാനായിട്ട് ഇരിക്കുകയോ ചെയ്യരുത്. കഴിഞ്ഞ പ്രാവശ്യം HSSTയുടെ നോട്ടിഫിക്കേഷൻ വന്ന് വളരെ പെട്ടെന്ന് തന്നെ എക്സാം നടന്നു. അല്ലെ കറക്റ്റ് 6 മാസം എന്ന് വെച്ചാൽ 6 മാസത്തിന് മുമ്പ് തന്നെ എക്സാം ഡേറ്റ് വരെ വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമുക്ക് ഊർജ്ജസ്വലമായിട്ട് പഠിക്കാം എന്നൊന്നും വിചാരിച്ച് കളയരുത്. ഇപ്പം നിങ്ങൾ എന്തായാലും ആ എക്സാം എഴുതാനായിട്ട് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഠനം ഇന്ന് തന്നെ ആരംഭിക്കേണ്ടതാണ്. അല്ലാതെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുമ്പിൽ കിട്ടുന്ന വളരെ കുറച്ച് സമയമാണ്
പഠിക്കാനുള്ളതാണെങ്കിൽ കുറേ കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠനം എപ്പോഴും നേരത്തെ തന്നെ ആരംഭിച്ചോണം. NVT ഫോക്കസ് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ CC എന്താണ് ഓഫർ ചെയ്യുന്നത്? ഇപ്പോൾ CCയിലെ ക്ലാസ്സുകൾ എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ബോട്ടണി പഠിച്ചവരായിക്കോട്ടെ, സുവോളജി പഠിച്ചവരായിക്കോട്ടെ, നിങ്ങളെ സംബന്ധിച്ച് ആ ഒരു നിങ്ങൾ പഠിച്ച സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റിൻ്റെ നോട്ടുകൾ നിങ്ങളുടെ കയ്യിലുണ്ടാവും. പക്ഷേ ഇപ്പോൾ സുവോളജി പഠിച്ച ഒരാളെ സംബന്ധിച്ച് ബോട്ടണിയുടെ HSST ലെവലിലുള്ള നോട്ടുകൾ നമുക്ക് തപ്പിയെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ടൈം വേസ്റ്റ് ആണ്. ടൈം വേസ്റ്റ് ആണ്. കാരണം നമുക്ക് ഒരുപാട് സോഴ്സസ് പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എവിടെ നിന്നാണ് എങ്ങനെയാണ് ഇത് നമുക്ക് വളരെ കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള റീജിയൻസ് മാത്രം മതിയായിരിക്കും. നമ്മളെപ്പോഴും നോട്ട് കളക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള നോട്ട്സ് ആണ് എപ്പോഴും കളക്ട് ചെയ്യേണ്ടത്. അല്ലാതെ നമുക്ക് ഇപ്പോൾ ഒരു കാര്യം നമ്മളിപ്പോൾ ChatGPTയോടോ ജെമിനിയോടോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഒരുപാട് നോട്ട് തരും. പക്ഷെ നമുക്ക് അത്രയും കാര്യങ്ങൾ വേണ്ട. അപ്പം നമ്മൾ എപ്പോഴും വളരെ ക്രിസ്പി ആയിട്ടുള്ള ആ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള നോട്ട് വേണം. തീർച്ചയായിട്ടും CC പ്രൊവൈഡ് ചെയ്യുന്നത് അങ്ങനെയുള്ള നോട്ടുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് നോട്ട് അന്വേഷിച്ചോ അല്ലെങ്കിൽ അതിനുള്ള മെറ്റീരിയൽസ് എവിടെ നിന്ന് കിട്ടുമെന്നോ ഒന്നും അന്വേഷിച്ച് പോകണം. എല്ലാം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. പഠിച്ചാൽ മാത്രം മതി. പഠിക്കാനൊരു മനസ്സുണ്ടാവണം. കാരണം ഇത് കുറച്ച് നല്ല കഷ്ടപ്പാടുള്ള ജോലി തന്നെയാണ് അല്ലേ. മാത്രമല്ല ഇത്ര നല്ലൊരു ഗ്ലാമറസ് ആയിട്ടുള്ള ജോബ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ കഷ്ടപ്പാട് തീർച്ചയായിട്ടും ഉണ്ടാവും. അല്ല നമ്മൾ വെറുതെ ഇരുന്ന ആരും നമുക്ക് റാങ്ക് ലിസ്റ്റിലോട്ട് ഇടം പിടിക്കാനേ പറ്റിയില്ല. നിങ്ങൾ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനൊരു ഫലം എപ്പോഴായാലും നിങ്ങൾക്ക് കിട്ടും. പിന്നെ മാത്രമല്ല നമ്മൾ എത്രമാത്രം എക്സാംസ് എഴുതുന്നു അത്രമാത്രം നമ്മളെ ബൂസ്റ്റ് ചെയ്യും ഈ ഒരു എക്സാമിന്. നമ്മുടെ മോക്ക് എക്സാംസ്, മോഡൽ എക്സാംസ്. അത് മാത്രമല്ല നമ്മളിപ്പോൾ എല്ലാ വീക്കെൻഡുകളിലും നമ്മൾ എക്സാംസ് നടത്തും. ഈ എക്സാംസ് എല്ലാം PVQസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള എക്സാംസ് ആണ്. പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതെ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂൾ പഠിച്ച ആദ്യത്തെ തവണ അത് അങ്ങോട്ട് ഒഴിവാക്കിയിട്ടല്ല അടുത്ത പ്രാവശ്യം പോകുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ പോർഷൻസും കമ്പൈൻ ചെയ്തിട്ടായിരിക്കും അടുത്ത എക്സാംസ് നടത്തുക. എന്ന് വെച്ചാൽ ഇവരിങ്ങനെ പഠിച്ച് വരുമ്പോഴത്തേക്കും അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അടുത്ത ബാച്ചിനോടൊപ്പം ഇവരെന്ത് ചെയ്യും, ആദ്യം പഠിച്ച കുട്ടികളും കൂടി ജോയിൻ ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് ഒരു പ്രാവശ്യം കൊണ്ട് റിവിഷൻ ചെയ്യും. ഇപ്പോൾ ലോങ് ടൈം ചേരുന്നവർക്കുള്ള ഏറ്റവും നല്ല ഗുണം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ലോങ് ടൈം ബാച്ചിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനുശേഷം വരുന്ന പല ബാച്ചുകളും ഉണ്ടാവും. ചിലപ്പോൾ ബൂസ്റ്റർ ബാച്ച് ആയിരിക്കാം, അല്ലെങ്കിൽ 90 days ബാച്ച് ആയിരിക്കാം. അങ്ങനെ പല ബാച്ചുകളും ഉണ്ടാവും. ഓരോ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ആ ടൈം ടേബിൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യും. പല റൗണ്ട് റിവൈസ് ചെയ്യുന്ന സമയത്ത് ആദ്യം മുതലുള്ള പോർഷൻസ് നമ്മൾ എന്ത് ചെയ്യും, ഒന്നുകൂടെ ചെയ്യും. അപ്പോൾ ലോങ് ടൈം ബാച്ചിൽ ചേരുന്ന കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ ഓരോ തവണയും നിങ്ങൾ എത്രയോ പ്രാവശ്യം നിങ്ങൾക്ക് സെയിം കണ്ടന്റിലൂടെ വീണ്ടും പോകും. അതെന്ന് വെച്ചാൽ നമ്മൾ ആ പഠിച്ച പോർഷൻസ് മാക്സിമം എങ്ങനെയൊക്കെ ബൈഹാർട്ട് ചെയ്യാമോ അതുപോലെയൊക്കെ പഠിക്കാനുള്ള ഒരു അവസരം CC നിങ്ങൾക്ക് തരും. അപ്പോൾ ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോ NVT ബയോളജിയിലേക്ക്. നമ്മുടെ കോഴ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.